കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ വലിയ ആത്മവിശ്വാസവുമായി UDF നേതാക്കൾ രംഗത്തെത്തി. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നും ജനവിധി UDFന് അനുകൂലമാകുമെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. സംസ്ഥാനത്ത് UDF അധികാരത്തിൽ വരുമെന്ന് ഉറപ്പാണെങ്കിലും മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അന്തിമ തീരുമാനമെടുക്കുക എന്ന് സണ്ണി ജോസഫ് വ്യക്തമാക്കി. അതൊന്നും ഞാൻ പറഞ്ഞില്ലേ കോൺഗ്രസ് ഹൈക്കമാൻഡാ തീരുമാനിക്കുന്നത്. കോൺഗ്രസ് MLAമാരുടെ ഒപ്പീനിയൻ ചോദിക്കും. ഇങ്ങനെയാണ് ഇതിനോടുള്ള കീഴ്വഴക്കം. ദാറ്റ്സ് എ വെൽ എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയർ ഫോർമുല ദാറ്റ് വിൽ ബി അഡോപ്റ്റഡ്. അതാണ് അതിൻ്റെ അകത്ത് പറയാം. പേര് ഞാൻ പറയണോ? സിദ്ദീഖിനെ ഇരുത്തിക്കൊണ്ട് IC അപ്പുറത്ത് വരൂല്ലേ? മറ്റൊന്ന് വലിയ വിവാദമായിട്ടുള്ളത് നിങ്ങളുടെ വീടിന്റെ നിർമ്മാണം സംബന്ധിച്ചാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ടാകുന്നതാണ്. വീട് പണി തുടങ്ങാൻ വേണ്ടി കഴിയും പൂർണ്ണാവസ്ഥയിലാവുക. ഒന്ന് നിങ്ങൾ ആ കാര്യം ചോദിച്ചത് നന്നായി. ഞങ്ങളെ വീടിന്റെ കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായും വ്യക്തമായിട്ടും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, കോൺഗ്രസ് പാർട്ടിയും ഈ വയനാട് ദുരന്തമുണ്ടായ ആ ദിവസം രാത്രി മുതൽ ദുരന്തമുഖത്ത് ജനങ്ങൾക്ക് രക്ഷാപ്രവർത്തനവും അതുപോലെ പുനരധിവാസ പ്രവർത്തനത്തിനും നേതൃത്വം നൽകിയ ജനപ്രതിനിധികളാണ്. ഞാനെന്ന് വരുമ്പോൾ അന്ന് ഞാൻ KPCC പ്രസിഡന്റ് അല്ല. പക്ഷെ സമീപ ജില്ലയിലെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ കൽപ്പറ്റയിൽ വരുമ്പോൾ ഉണ്ടക്കയിലെത്തുമ്പോൾ സിദ്ദീഖിനെ നനഞ്ഞ് ചെളിയിൽ പൂണ്ട സിദ്ദീഖിനെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ അങ്ങനെയാണ് കാണാൻ സാധിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ അങ്ങനെയാണ് കാണാൻ സാധിച്ചത്. IC ബാലകൃഷ്ണൻ MLA അങ്ങനെയാണ് കാണാൻ സാധിച്ചത്. Day 1 മുതൽ എല്ലാ പ്രവർത്തനങ്ങളിലും ഗവൺമെന്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി MP എന്ന നിലയിൽ, പിന്നീട് പ്രിയങ്കാജിയും എല്ലാവരും സർക്കാരിനോട് സഹകരിക്കുക. പ്രതിപക്ഷ നേതാവ് VD സതീശനും പറന്നെത്തി എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുക ചെയ്തത്. ഗവൺമെന്റിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങൾക്കെല്ലാം കഴിയുന്ന തരത്തിൽ ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്, സംഭാവന ചെയ്തിട്ടുണ്ട്. MLAമാര് 50,000 രൂപ ഒരു MLAയുടെ ശമ്പളം. പലർക്കും ആ ശമ്പളം തികച്ചു കിട്ടുന്നില്ല. കാരണം കാറിന്റെ ലോൺ എടുക്കും, വീടിന്റെ ലോൺ എടുക്കും. എങ്കിലും ആ ശമ്പളം തികച്ചു കിട്ടാത്തവർ ആ ശമ്പളം തികച്ച് സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടച്ചിട്ടുണ്ട്. കോൺഗ്രസിന് ഭരണമുള്ള സംസ്ഥാന ഗവൺമെന്റുകൾ, കർണാടകത്തിലെ ഗവൺമെന്റും തെലങ്കാനയിലെ ഗവൺമെന്റും, രാഹുൽ ഗാന്ധിക്ക് നേരിട്ടറിയുന്ന, അദ്ദേഹം പ്രാതിനിധ്യം ചെയ്ത ഒരു വയനാട്ടിലെ ദുരന്തത്തിൽ കോൺഗ്രസ് പാർട്ടി ആസ് എ ഹോൾ, അഖിലേന്ത്യാ നേതൃത്വം, സംസ്ഥാന ഗവൺമെന്റുകൾ എല്ലാവരും കേരളത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെയും പുനരധിവാസ പ്രവർത്തനങ്ങളെയും കാര്യമായിട്ട് സഹായിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് പ്രതീക്ഷയ്ക്കനുസരിച്ചും ആവശ്യങ്ങൾക്കനുസരിച്ചും ഉയർന്നില്ല എന്ന വലിയ ആക്ഷേപവും ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. പാർലമെന്റ് മെമ്പർമാർ, പ്രതിപക്ഷ നേതാവ് രാഹുൽജി ഉൾപ്പെടെ പാർലമെന്റിൽ ആ വിഷയം ഉയർത്തിയത് വളരെ വികാരത്തോടെയാണ്. പ്രിയങ്കാജി അത് ഏറ്റെടുത്ത് വളരെ വികാരത്തോടെയാണ്. ഞാൻ സിദ്ദീഖ് നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് ഞാൻ ഓർമ്മിക്കുകയാണ്. കണ്ടമടറിക്കൊണ്ടാണ് സിദ്ദീഖ് ആ വിഷയം സംസാരിച്ചത്. അപ്പം ഞങ്ങളെല്ലാ സ്റ്റേജിലും സഹകരിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് വീടുകൾ നിർമ്മിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതിന് സ്ഥലലബ്ധി ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. ഗവൺമെൻറ്റിനെ ഞങ്ങൾ അപ്രോച്ച് ചെയ്തു. ഗവൺമെൻറ് സ്ഥലം തന്നില്ല. പിന്നീട് സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ ആ സ്ഥലം പർച്ചേസ് ചെയ്തു. അതിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ കണക്ക് തെറ്റായ രൂപത്തിൽ പ്രചരിപ്പിച്ച സമയത്ത് ഞങ്ങൾക്ക് ആ പ്രചരണം കാര്യങ്ങൾ തെളിച്ചു പറയാൻ എത്ര പൈസ ഞങ്ങൾക്ക് കിട്ടിയ പൈസ പ്ലസ് യൂത്ത് കോൺഗ്രസ് സമാഹരിച്ച പൈസ, അതുകൂടാതെ ആ ഫണ്ടിലേക്ക് വന്ന പൈസ, യൂത്ത് കോൺഗ്രസ് സമാഹരിച്ച പൈസ കൂടാതെ KPCCയുടെ മറ്റ് ഫണ്ടിൽ നിന്നുകൂടി അതിൻ്റെ അകത്ത് പണം ചെലവഴിച്ചുകൊണ്ടാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. ഇനിയും താമസം വിന അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് സജീവമായിട്ട് കടന്നു പൂർത്തീകരിക്കും.